കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ വീണ്ടും SFI. പ്രിൻസിപ്പൽ പെരുമാറുന്നത് ഏകാധിപതിയെ പോലെയാണ്. പ്രിൻസിപ്പലിനെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും SFI യൂണിറ്റ് സെക്രട്ടറി സായൂജ് വ്യക്തമാക്കി. ഞാൻ പറയുന്ന കാര്യമാണ് ശരി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ അധ്യാപകരാണെങ്കിൽ പോലും എതിർത്തൊരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം പേടിപ്പിച്ച് നിർത്തുക, അത് അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സ്ഥിതിയാണ് കോളേജിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. കുറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സാർ അവൻ്റെ ആഞ്ഞടിക്കുന്നത്. ഒരു നല്ല രീതിയിൽ ഏതൊരു ഹെൽപ്പ് ഡെസ്ക് കിട്ടിയതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയെടുത്തതൊക്കെ പ്രിൻസിപ്പൾ തന്നെയാണ്. ഇത് ആദ്യത്തെ ഒരു പ്രശ്നമാണെങ്കിൽ ഇതൊരു കോംപ്രമൈസിൽ നിൽക്കാൻ, പക്ഷേ ഇത് ആദ്യത്തെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളില്ല, ഒരുപാട് പ്രശ്നങ്ങൾ പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്ന് കോളേജിലേക്ക് ഉണ്ടായിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. സമീർ, കൊയിലാണ്ടിയിലെയും കാര്യവട്ടത്തെയും ഒക്കെ സാഹചര്യങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ വിവാദമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം SFI നേതാവ് നടത്തിയ ഭീഷണി പ്രസംഗത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രിൻസിപ്പൽ ഒരുങ്ങുന്നുണ്ട്. അതിനൊക്കെ ഇടയിൽ പിന്നോട്ടില്ല, സമരം തുടരും, പ്രിൻസിപ്പലിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകും എന്നാവർത്തിക്കുന്നു SFI. എന്താണ് അവർ പറയുന്നത് സമീർ? രജിത്ത്, പ്രിൻസിപ്പലിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ഇനിയും ആ പ്രതിഷേധം തുടരും. പ്രിൻസിപ്പലിനെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFI. നമുക്കറിയാം, അവിടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും പ്രിൻസിപ്പലിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെയും അതുപോലെ തന്നെ കോളേജിലെ 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇന്നലെ പ്രിൻസിപ്പലിന് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊയിലാണ്ടി പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ആ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ഇപ്പോൾ പ്രിൻസിപ്പൽ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ മറ്റൊരു പരാതിയിലേക്ക് കൂടി നീങ്ങുന്നത്. അതായത് പ്രിൻസിപ്പലിൻ്റെ കൈയും കാലും തല്ലിയൊടിക്കും, അതുപോലെ തന്നെ നെഞ്ചത്ത് അടുപ്പ് പൂട്ടും എന്ന് പ്രസംഗിച്ചിരുന്നു SFIയുടെ ഒരു നേതാവ്. ആ നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രിൻസിപ്പലിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ SFI ഈ ക്രൂരമായിട്ടുള്ള നടപടികളാണ് പ്രിൻസിപ്പൽ സ്വീകരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഏകാധിപതിയെ പോലെ മുന്നോട്ട് പോകുന്ന പ്രിൻസിപ്പലിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SFIയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.